ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ പ്രഭാതവേളയിൽ ദൈവവചന കേൾവിക്കായി കാതോർത്തിരിക്കുന്ന എല്ലാ വിശുദ്ധരെയും ക്രിസ്തയേശുവിൽ സ്നേഹവന്ദനങ്ങൾ ചൊല്ലുന്നു. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചൊരു തിരുവചനം ഞാൻ വായിക്കുന്നു. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം, ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുവിൻ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എബ്രായർക്ക് പൗലൂസിലൂടെ ലേഖനം എഴുതി അറിയിക്കുമ്പോൾ അവിടെയുള്ള ദൈവത്തിൻ്റെ ജനത്തിന് ചില ബാലശിക്ഷകൾ നൽകുന്നത് അല്പം വേദനാജനകമായി ആദ്യം തോന്നിയാലും പിന്നത്തേതിൽ അത് നിങ്ങളുടെ നന്മയ്ക്കായി തീരുമെന്നും, അതുകൊണ്ട് കുഴഞ്ഞുപോയ തളർന്നുപോയ കൈകളെ കാലുകളെ നിവർത്തി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് മഹത്വം കൊടുക്കുവാൻ തൻ്റെ ജനത്തെ ഭക്തൻ പ്രോത്സാഹിപ്പിക്കുന്നു. വാസ്തവത്തിൽ എപ്പോഴാണ് നമ്മുടെ ഹൃദയം തകർന്നു പോകുന്നത്, നമ്മുടെ ഹൃദയം തളർന്നു പോകുന്നത്, നിൽക്കാൻ കഴിയാതെ നമ്മുടെ കാലുകൾ കുഴഞ്ഞു പോകുന്നത്, കൈകൾ തളർന്നു പോകുന്നത്? യോബിൻ്റെ പുസ്തകം പഠിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു, അനേകരെ പ്രോത്സാഹിപ്പിച്ചവൻ, അനേകരെ ഉത്തേജനം കൊടുത്തവൻ, അനേകർക്ക് ഒരു മാതൃകയായി ആ ഊസിൻ്റെ പട്ടണത്തിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തിയിരുന്നൊരു ഭക്തൻ ഒരിക്കൽ താൻ ഇപ്രകാരം എലിഫസ് യോബിനോട് പറയുന്നൊരു വാക്കുണ്ട്, നീ പലരെയും ഉപദേശിച്ച് തളർന്ന കൈകളെ ശക്തീകരിച്ചിരിക്കുന്നു. പലരെയും ഉപദേശിച്ച് തളർന്ന കൈകളെ. അപ്പോൾ അഡ്വൈസേഴ്സിനെ പോലും അഡ്വൈസ് ചെയ്തിരുന്ന ഒരു ഭക്തൻ എന്നിട്ട് പറയുക, വീഴുന്നവനെ നിൻ്റെ വാക്ക് താങ്ങി, കുഴയുന്ന മുഴങ്കാൽ നീ ഉറപ്പിച്ചു. ഇപ്പോഴോ നിനക്കിത് ഭവിച്ചിട്ട് നീ വിഷാദിക്കുന്നു, നിനക്കത് തട്ടിയിട്ട് നീ ഭ്രമിച്ചു പോകുന്നു. നമ്മൾ പലപ്പോഴും പലരെയും താങ്ങുന്നവരാണ്. പലരുടെയും കുഴഞ്ഞ അനുഭവത്തിൽ നിന്ന് നമ്മുടെ വാക്കുകൾ അവർക്ക് ബലമായിരുന്നു. നമ്മുടെ ചിന്തകൾ നമ്മൾ ദൈവികമായ ആശ്രയത്തിലേക്ക് അവരെ പുതുക്കുവാൻ, അവരെ ഉണർത്തുവാൻ, അവരെ ഉത്തേജനപ്പെടുത്തുവാൻ, ഉത്തേജിപ്പിക്കുവാൻ നമ്മുടെ വാക്കുകൾക്ക് കഴിഞ്ഞു. പക്ഷെ ചില സമയങ്ങളിൽ ഈ നമ്മൾ ഉപദേശിച്ച നമ്മൾ തളർന്നു പോകും, ഉപദേശിച്ച നമ്മുടെ കൈകൾ തളർന്നു പോകും, കുഴഞ്ഞു പോകാറുണ്ട്. എന്തുകൊണ്ടാണ് പ്രിയരെ? ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടിങ്ങനെ സംഭവിക്കാം? ഒന്ന്, നമ്മുടെ സാഹചര്യങ്ങൾ. നോക്കൂ, യെശയ്യാ പ്രവചനം വളരെ വ്യക്തമായി ദൈവാത്മാവ് പറയുന്നു. യെശയ്യാ പ്രവചനം 35-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു, തളർന്ന കൈകളെ ബലപ്പെടുത്തുവിൻ, കുഴഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിപ്പിൻ. ദൈവവചനത്തിൽ അവിടെ കാണുവാൻ കഴിയുന്നത് വരണ്ടിരിക്കുന്ന അനുഭവം, ഒരു ഉല്ലാസമില്ലാത്ത അനുഭവം, ശോഭ നഷ്ടപ്പെട്ട അനുഭവം, മഹത്വം പൊയ്പോയ അനുഭവം. പക്ഷെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഇന്ന് ഈ സാഹചര്യത്തിൻ്റെ നടുവിൽ നിൻ്റെ കൈകൾ ബലപ്പെടട്ടെ, മുഴങ്കാലുകൾ ഉറപ്പിക്കപ്പെടട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ സാഹചര്യങ്ങൾ നമ്മളെ പലപ്പോഴും തകർത്ത് കളഞ്ഞേക്കാം, നമ്മുടെ ഹൃദയം തകർത്തേക്കാം, നമ്മളെ നൊമ്പരപ്പെടുത്തിയേക്കാം. നിവർന്നു നിൽക്കാൻ കഴിയാത്ത അനുഭവത്തിൻ്റെ നടുവിൽ നാം പലപ്പോഴും തകർന്നവരായി തീർന്നേക്കാം. സാഹചര്യങ്ങൾ നമ്മളെ അങ്ങനെ ആക്കിയേക്കാം. നമ്മുടെ സാഹചര്യങ്ങൾ നമ്മുടെ ഹൃദയത്തെ തളർത്തിയിട്ട് നമ്മുടെ അവയവങ്ങളെ അത് ബാധിച്ചേക്കാം. പക്ഷെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നമ്മളോട് പറയുന്നു, ഏത് ശിക്ഷയും നമ്മുടെ ഗുണീകരണത്തിനാണ്, നമ്മുടെ നന്മയ്ക്കാണ്. അതുകൊണ്ട് തളർന്നു പോകാതെ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് നമുക്ക് പറയുവാൻ കഴിയണം, ആ കാൽവരിയിലേക്ക് നോക്കുമ്പോൾ അവിടെ നിന്ന് പാഞ്ഞൊഴുകുന്ന ആ ദിവ്യമായ സ്നേഹം, കർത്താവേ, എന്നെ ശക്തീകരിക്കുന്നതിനായി നന്ദി, എന്നെ ബലപ്പെടുത്തുന്നതിനായി നന്ദി, എന്നെ അങ്ങ് സഹായിക്കുന്നതിനായി നന്ദി പറയുവാൻ നമുക്ക് കഴിയട്ടെ. ഇന്ന് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് പലരുടെയും വേദനാജനകമായ അനുഭവങ്ങൾ കേട്ട്, പലരും ദുഷിക്കുന്ന മണ്ഡലങ്ങൾ കണ്ട് കേട്ട് അനുഭവിച്ച് നാം തകർന്നു പോകുന്നവരാണെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുന്നു, തളർന്നു പോകുന്ന കൈകളെ ബലപ്പെടുത്തി കുഴഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് കഴിയും. അതേ പ്രിയരെ, വരണ്ടിരിക്കുന്ന ഈ അനുഭവം പൂന്തോട്ടം പോലെയാക്കി മഹത്വം തിരികെ കൊടുത്ത് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, അങ്ങനെ തളർന്ന കൈകളെ മാറ്റുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്.
ഇന്നത്തെ വരണ്ട അവസ്ഥകൾ, ഇന്നത്തെ ഒഴിഞ്ഞ അവസ്ഥകൾ മാറ്റിത്തരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ആമേൻ ഹല്ലേലൂയ ഉണർന്നെഴുന്നേൽക്കുക. ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായി എഴുന്നേറ്റ് ശോഭയോടെ പുറത്തു വരുവാൻ സർവശക്തനായ ദൈവം ഈ തിരുവചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മേ ഗോഡ് ബ്ലസ് യു.